എടാ ഒരു മിനിറ്റിൽ 3 മാർക്കാണ് സെറ്റ് ആക്കിയാലോ. എന്തായാലും എക്സാമിന് വരാൻ പോകുന്ന ഒരു ഭാഗമാണ് ക്ലോർ ആൽക്കലി പ്രോസസ്സുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യം. സോ ക്വസ്റ്റ്യൻ പിടിച്ചോ. സോഡിയം ഹൈഡ്രോക്സൈഡ് മാനുഫാക്ചർഡ് ഇൻഡസ്ട്രിയൽ ബൈ ദ ക്ലോർ ആൽക്കലി പ്രോസസ്. അതായത് സോഡിയം ഹൈഡ്രോക്സൈഡ് ഉണ്ടാക്കുന്ന പ്രോസസ്സിനെ പറയുന്ന പേരാണ് ക്ലോർ ആൽക്കലി പ്രക്രിയ. അങ്ങനെയാണെങ്കിൽ ഈ പ്രക്രിയയിൽ ഏത് പദാർത്ഥത്തിന്റെ ജലീയ ലായനിയുടെ അക്വസ് സൊല്യൂഷനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സോഡിയം ഹൈഡ്രോക്സൈഡ് ഉണ്ടാക്കുമ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന സൊല്യൂഷൻ ഏതാ ചോദിച്ചാൽ NaCl ആണ്. ആരാടാ? NaCl എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോഡിയം ക്ലോറൈഡ് സൊല്യൂഷനെയാണ് നമ്മൾ യൂസ് ചെയ്യുക. ഈ സൊല്യൂഷൻ നമ്മൾ പറഞ്ഞ പേരാണ് ബ്രൈൻ സൊല്യൂഷൻ എന്നൊക്കെ പറയും കേട്ടോ. സെറ്റ് ആണല്ലോ. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കിക്കോടാം. വിച്ച് സബ്സ്റ്റൻസ് അണ്ടർഗോ ദ റിഡക്ഷൻ ഓഫ് കാഥോഡ്. അതായത് കാഥോഡിൽ റിഡക്ഷന് വിധേയമാകുന്ന നിരോക്സീകരണത്തിന് വിധേയമാകുന്നത് ആരാ ചോദിച്ചു കഴിഞ്ഞാൽ H2O ആണ്, അഥവാ വാട്ടർ ആണ് എന്നുള്ള കാര്യം ഓർമ്മയിൽ വെച്ചോളാം. ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാലോ. സോഡിയം ഹൈഡ്രോക്സൈഡിനെ കൂടാതെ ലഭിക്കുന്ന ഉൽപ്പന്നങ്ങൾ ഏതെല്ലാം എന്നാണ് ചോദിച്ചത്. ബാക്കിയുള്ള പ്രൊഡക്റ്റുകൾ ഏതെല്ലാം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സിമ്പിൾ ആയിട്ടാണ് പഠിപ്പിച്ചു തരാം. ഫസ്റ്റ് നമ്മൾ NaCl എടുക്കുന്നു, സോഡിയം ക്ലോറൈഡ് എടുക്കുന്നു. ഈ സോഡിയം ക്ലോറൈഡിനെ നമ്മൾ വൈദ്യുതി കടത്തി വിടുമ്പോൾ രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യും. ഒന്ന് Na+ഉം രണ്ടാമത്തെ Cl-ഉം. സെറ്റ് ആണല്ലോ. രണ്ടാമത് നമ്മൾ H2O യൂസ് ചെയ്യും, വാട്ടർ ഉപയോഗിക്കുന്നു. ഈ വാട്ടറിൽ രണ്ട് അയോൺസ് ഉണ്ടാവുക, ഒന്ന് OH- രണ്ടാമത്തത് H+ഉം. ബുദ്ധിമുട്ടില്ല സർ. ഇവിടുത്തെ Na+ഉം OH- കൂടി ചേർന്നിട്ട് എന്തായിട്ട് മാറും? NaOH അഥവാ സോഡിയം ഹൈഡ്രോക്സൈഡ് എന്ന് പറഞ്ഞ പ്രൊഡക്റ്റ് കിട്ടും. ബാക്കി റിമൈനിങ് ആയിട്ട് രണ്ടാൾക്കാരുണ്ടാവുക. ഒന്നാരാടാ? ഒന്ന് Cl-ഉം രണ്ടാമത്തെ H+ഉം. അപ്പൊ ബാക്കിയുള്ള രണ്ടാൾക്കാർ രണ്ട് പ്രൊഡക്റ്റ് ആരൊക്കെ ചോദിച്ചാൽ ക്ലോറിനും ഹൈഡ്രജനുമാണ്. സെറ്റ് ആണല്ലോ.